ഹായ് ഹലോ അസ്സലാമു അലൈക്കും. സുദിന ഹക്കിം ബ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അടിപൊളി റെസിപ്പികളുമായിട്ടാട്ടോ. നമ്മുടെ പപ്പക്കായ ഉപ്പേരി വയ്ക്കണം, പിന്നെ നമ്മുടെ തമിഴൻ സാമ്പാർ കേട്ടോ. തമിഴ്നാട്ടിൽ ഉണ്ടാക്കുന്ന ഒരു റെസിപ്പി എൻ്റെ ഉമ്മയുടെ അനിയത്തി പറഞ്ഞു കൊടുത്താട്ടോ. അപ്പോൾ അത് ഒരുക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരട്ടോ. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് സാമ്പാർ കേട്ടോ. അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് കാണാം. പിന്നെ പാത്തൂസ് മദ്രസയിൽ പോകുന്ന വിശേഷങ്ങളും നിങ്ങളുമായി ഷെയർ ചെയ്യാനാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാരും തുടക്കം മുതൽ അവസാനം വരെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് ചാനലൊന്ന് ഉഷാറായി വരുള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. വ്യാഴാഴ്ചത്തെ വിശേഷങ്ങളുമായിട്ടാട്ടോ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം, സപ്പോർട്ട് ചെയ്യണം. അങ്ങനെ രാവിലെ തന്നെ ഞാൻ വിചാരിക്കുന്നു മുട്ടക്കറിയും പത്തിരിയും റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. മക്കൾക്ക് ഏറെ പ്രിയപ്പെട്ട പത്തിരിയും മുട്ടക്കറിയായിട്ടോ ഇന്ന് സെറ്റാക്കി എടുക്കുന്നത്. മോൻ മദ്രസയിൽ പോയിട്ടോ, പാത്തൂസ് പോയിട്ടില്ല. പാത്തൂസ് ഇപ്പോഴും എണീറ്റിട്ടില്ല കേട്ടോ. എന്നും നേരത്തെ എണീക്കാറുണ്ട്, ഇന്നൊരു അല്പം വൈകിട്ടോ. അപ്പോൾ അതാ ചായക്കുള്ള വെള്ളം വെച്ച് കൊടുത്തു. അങ്ങനെ ഇതാ പത്തിരി ചൂടാനായിട്ട് ഞാൻ നിന്നു കേട്ടോ. മോന് 6 മണിക്കാട്ടോ മദ്രസ. മോൾക്ക് ഒരു 8:30 മണിയാകുമ്പോൾ മദ്രസയിൽ അങ്ങോട്ട് എത്തിച്ചേർന്നാൽ മതി കേട്ടോ. അപ്പോൾ മോന് ചായ കുടിച്ചു, പിന്നെ ചെറുകടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കൂട്ടിങ്ങായിട്ട് ചായ കടി കുടിച്ചു കേട്ടോ. അപ്പോൾ പാത്തൂസ് ഇതാ മെല്ലെ എനിക്ക് വരുന്നുണ്ട് കേട്ടോ. ഉമ്മച്ചിയെ ഇന്നെന്താ? ഇന്ന് പത്തിരിയും മുട്ടക്കറിയാണ്. അപ്പോൾ പറഞ്ഞു ഉമ്മച്ചിയെ എന്ന് പറഞ്ഞുങ്ങായിട്ട് നല്ല പോലെ അങ്ങോട്ട് കടക്കടാന്ന് അങ്ങോട്ട് ചിരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതും കേട്ടും കഴിഞ്ഞിട്ട് ഞാൻ എന്താ പത്തിരിയൊക്കെ ഒന്ന് ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വേണം കാണുവാൻ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത് കൂട്ടുകാരെ. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് ചാനലൊന്ന് ഉഷാറായി വരുള്ളൂ കേട്ടോ. ഞാനിന്ന് കരുതി കേട്ടോ ഒന്ന് പാത്തൂസ് മദ്രസയിൽ പോകാനായിട്ട് മടി കാട്ടുന്നു കേട്ടോ. പക്ഷേ പാത്തൂസിന് ഒരു മടിയില്ല കേട്ടോ. പല്ല് തേക്കുമ്പോൾ ചോദിക്കുന്നുണ്ട്, ആച്ചുക്ക എവിടെ? ആച്ചുക്ക മദ്രസയിൽ പോയി. ഉമ്മച്ചിയെ എനിക്ക് മദ്രസയിൽ പോകണ്ടേ? അപ്പോൾ ഞാൻ വിചാരിച്ചിട്ടോ. അപ്പോൾ എന്തായാലും ഇന്ന് മദ്രസയെ അവൾ പോകാനായിട്ട് കൂട്ടാക്കും, കരച്ചിലൊന്നും ഉണ്ടാവില്ല എന്നിട്ടോ. അങ്ങനെ ഇതാ പത്തിരിയൊക്കെ ഒന്ന് ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ അവൾ വന്നുങ്ങായിട്ട് ചായ അങ്ങോട്ട് എടുത്ത് കുടിക്കുന്നുണ്ട്. അതിന് ശേഷം പിന്നെ ഉമ്മ പറഞ്ഞു ഞാൻ അവളെ ഒരുക്കി തരാം, അപ്പോഴേക്കും പത്തിരി അങ്ങോട്ട് ചുട്ടങ്ങോട്ട് സെറ്റാക്കി എടുക്കാൻ പറഞ്ഞു കേട്ടോ. അങ്ങനെ പത്തിരിയൊക്കെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെന്താ നമ്മുടെ പാത്തൂസ് കുളിച്ചൊരുങ്ങി സുന്ദരി കുട്ടിയൊക്കെ നല്ല മൊഞ്ചത്തേറ്റ് വന്നിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു മഫ്ദക്ക് ഒന്ന് ഊര്, മഫ്ദ ഇട്ടിട്ട് ഫുഡ് കഴിക്കുമ്പോൾ അതിൽ കൂട്ടാൻ ചാറായാലും പിന്നെ കറിയാവും, പിന്നെ ആ മഫ്ദ ഇടാനേ പറ്റൂല എന്ന് ഞാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ മഫ്ദൊക്കെ ഒന്ന് അയച്ചു വെച്ചു. അതിന് ശേഷം ഉമ്മ ഫുഡ് വാരി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് അവൾ വാങ്ങിച്ച് കഴിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പാത്തൂസിൻ്റെ ഫുഡ് കഴിക്കൽ കഴിഞ്ഞു. അതിന് ശേഷം പിന്നെ പാത്തൂസിന് മീഷോ നിന്നിട്ട് അവളെ വാപ്പച്ചി ഫർദ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫർദ വന്നു. അപ്പോൾ അതൊക്കെ ഇട്ട ഫർദ അങ്ങോട്ട് ഊരി വെച്ചു. പിന്നെ അവൾ വാപ്പച്ചി കൊടുന്ന ഫർദ ഓർഡർ ചെയ്ത് വന്ന ഫർദ അങ്ങോട്ട് ഇട്ടു കേട്ടോ. അങ്ങനെ ഞാൻ പാത്തൂസിനെ കൊണ്ടാക്കി. അങ്ങനെ തിരിച്ചു വന്ന് അരിയൊക്കെ അടുപ്പത്തിട്ടു. പിന്നെ പപ്പാക്കായ അങ്ങോട്ട് കട്ട് ചെയ്ത് അങ്ങോട്ട് സെറ്റാക്കി വെച്ചു. അതിന് ശേഷം നമ്മുടെ പാത്തൂസിന് തിരിച്ച് വിളിക്കാനുള്ള സമയമായി തുടങ്ങി. അങ്ങനെ പാത്തൂസിന് മദ്രസയിൽ നിന്ന് കൂട്ടിങ്ങായിട്ട് പോവാണ് കേട്ടോ. അങ്ങനെ ഞാനും പാത്തൂസും വീട്ടിലെത്തി കേട്ടോ. അതിന് ശേഷം ഫർദൊക്കെ അയച്ചു വെച്ച് ഞാനൊന്ന് മേലേകാൻ പറഞ്ഞു കേട്ടോ. അങ്ങനെ മേലേകി ഫുഡ് കഴിക്കാനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. എനിക്ക് നല്ലപോലെ വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പത്തിരിയും മുട്ടക്കറി അങ്ങോട്ട് എടുത്തു കൊടുത്തു. അതിന് ശേഷം ഞാൻ ചോറൊക്കെ ഒന്ന് വാർത്ത് വെച്ചു കേട്ടോ. നമ്മുടെ ചോറൊക്കെ ഒന്ന് വാർത്തങ്ങ് സെറ്റാക്കി വെച്ച ശേഷം പപ്പക്കായ വേവിക്കാൻ വെച്ചു കൊടുത്തു കേട്ടോ. പപ്പക്കായ വേവിക്കാൻ വെച്ചു കൊടുത്ത ശേഷം നമുക്ക് വളരെ രുചികരമായ സാമ്പാർ അങ്ങോട്ട് സെറ്റാക്കി എടുക്കണ്ടേ. അപ്പോൾ അതിനുള്ള മസാല സെറ്റാക്കണം. കഷ്ണങ്ങളൊന്നും വേണ്ട കേട്ടോ, നമ്മുടെ പച്ചക്കറി ഒന്നും വേണ്ട. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നൊരു സാമ്പാറാണ് കേട്ടോ. അങ്ങനെ അതൊരു പാൻ വെച്ച് കൊടുത്തു. എന്നിട്ട് പാകത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു. എന്നിട്ട് വലിയൊരു സബോളയും ഒരു തക്കാളി മരിഞ്ഞത് അതിലേക്ക് ഇട്ട് നല്ലപോലെ അങ്ങോട്ട് വഴറ്റിയെടുത്തു കേട്ടോ. അതിന് ശേഷം മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി പാകത്തിന് അങ്ങോട്ട് ചേർത്തു കേട്ടോ. എന്നിട്ട് നല്ലപോലെ പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുത്ത് അങ്ങോട്ട് സെറ്റാക്കി എടുത്തു കേട്ടോ. അങ്ങനെ ഈ മസാല അങ്ങോട്ട് സെറ്റായ ശേഷം ചൂടാറാൻ വെച്ച് കൊടുത്തു. എന്നിട്ട് മിക്സിയിലിട്ട് നല്ലപോലെ വെണ്ണ പോലെ അങ്ങോട്ട് അരച്ചെടുത്ത് അങ്ങോട്ട് സെറ്റാക്കി എടുത്തു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞാനും ഉമ്മയും
അപ്പോൾ ഞാനും ഉമ്മയും കൂടിയിട്ട് ഫുഡൊക്കെ കഴിച്ചു. പിന്നെ നമ്മുടെ പരിപ്പും പാകത്തിന് വെള്ളം ഒഴിച്ചു. പിന്നെ കായം, നമ്മുടെ സാമ്പാറിന് കായല്ലേ, അതിട്ടിട്ട് വേവിക്കാൻ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. നല്ലപോലെ അങ്ങോട്ട് വെന്തങ്ങോട്ട് സെറ്റായി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അടിച്ചു വെച്ച അരപ്പ് അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് അതിനുശേഷം ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തു. പാകത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്ന ശേഷം കടുക് പൊട്ടിച്ചു. വറ്റമുളകും കറിവേപ്പിലയും ഒക്കെ ഇട്ട് കറി അങ്ങോട്ട് തൂളിച്ചെടുത്തു കേട്ടോ. കണ്ടില്ലേ, നല്ല ഈസിയായി ചെയ്യാൻ പറ്റുന്ന സാമ്പാറിൻ്റെ റെസിപ്പി. നിങ്ങളും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കണം. വളരെ രുചികരമായും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന സാമ്പാറിൻ്റെ റെസിപ്പിയാണ് നിങ്ങളത് കണ്ടത് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ കഷ്ണങ്ങളൊക്കെ ഇട്ട് സാമ്പാർ അങ്ങോട്ട് വെച്ചാൽ പിള്ളേരൊന്നും കഴിക്കാറില്ലല്ലോ. അപ്പോൾ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ തീർച്ചയായും നമ്മുടെ മക്കളൊക്കെ സാമ്പാർ കൂട്ടി നല്ലപോലെ കുറേ ചോറ് തിന്നും കേട്ടോ. അങ്ങനെ നമ്മുടെ പപ്പക്കായ അങ്ങോട്ട് വേവിച്ച് വെച്ചിട്ടില്ലേ, അപ്പോൾ നമുക്കൊന്ന് തൂളിച്ചെടുക്കണ്ടേ. അങ്ങനെ ചെറുള്ളിയും വെളുത്തുള്ളിയും നല്ലപോലെ അങ്ങോട്ട് മൂപ്പിച്ച് പിന്നെ വെറ്റമുളകും പാകത്തിന് മുളക് പൊടിയും കറിവേപ്പിലയും ഇട്ട് താളിച്ചങ്ങോട്ട് സെറ്റാക്കി എടുത്തു. പിന്നെ ക്ലീനിങ് ആട്ടോ. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വേണം കാണുവാൻ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുതേ കൂട്ടുകാരെ. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ആരും മറന്നു പോകരുത് കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ചാനൽ ഉഷാറായി വരുള്ളൂ കേട്ടോ. അപ്പോൾ സാമ്പാറും നമ്മുടെ പപ്പക്കായ ഉപ്പേരിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഉച്ചക്കത്തെ ലഞ്ചിന് എന്തായിരുന്നു സ്പെഷ്യൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഞങ്ങൾ ഊണ് കഴിക്കാൻ പോവാം കേട്ടോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന പ്രതീക്ഷയോടെ ഞാൻ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ടാറ്റാ ബൈ.